ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിക്രത്തിൻ്റെ വേദനയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മാഷിനെയും കമലാമ്മേനെയാണ് കേട്ടോ. കമലാമ്മേനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷിനെയാണ് ആദ്യം തന്നെ കാണിക്കുന്നത്. മാഷ് എന്നിട്ട് പറയുന്നുണ്ട്, ഇതേപോലെ ഒരു രാത്രി നീ കരഞ്ഞുകൊണ്ടിരുന്നത് നിനക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന് മുന്നേ വിക്രം ജയിലിൽ പോയൊരു കഥയാണ് കേട്ടോ. മാഷ് സാക്ഷി പറഞ്ഞുകൊണ്ടാണ് ജയിലിൽ അന്ന് വിക്രം പോയത്. അപ്പോൾ അന്ന് അവൻ ശിക്ഷ വിധിച്ചപ്പോൾ അന്ന് അവൻ ജയിലിൽ പോയപ്പോൾ ഇതേപോലെ നമ്മൾ കരഞ്ഞത് നിനക്ക് ഓർമ്മ ഉണ്ടോ? അന്നത്തെ ഇതിൽ അവൻ എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അന്ന് അവൻ എങ്ങനെയാണോ ആ ജയിലിൽ കടന്നിരുന്നത് അതേപോലെയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിച്ചിരുന്നത്. അവൻ പോയതിന് ശേഷം ഒരു ആഘോഷം അവനില്ലാത്തൊരു ആഘോഷം ഈ വീട്ടിലുണ്ടായിട്ടില്ല. അതൊക്കെ നിനക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആകെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ മാത്രമാണ്. നിലത്തല്ലാതെ ഞാൻ ഈ കട്ടിലിലോ ബെഡിലോ ഒന്നും കയറി കിടന്നിട്ടില്ല. ഉപ്പില്ലാത്ത ഭക്ഷണം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നിനക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ പറയേണ്ടടുത്ത് നമ്മൾ സത്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതുപോലെ ഈ കേസിലും ഇനി അവൻ ജയിലിൽ പോവുകയാണെന്ന് വെച്ചാൽ അന്ന് എങ്ങനെയാണോ ഞാൻ ജീവിച്ചിരുന്നത് അതുപോലൊക്കെ തന്നെ ആയിരിക്കും സുധാകരൻ മാഷ് ഇനിയും ജീവിക്കുക. അവനില്ലാത്തൊരാഘോഷങ്ങളും ഈ വീട്ടിലുണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം മാഷിനും വിഷമമുണ്ട്. കാരണം വിക്രം പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും വിക്രമിനോട് ഒരുപാട് സ്നേഹം മാഷുള്ളിൽ ഒതുക്കുന്നുണ്ട്. വിക്രമിൻ്റെ ഈ കൂട്ടുകെട്ടും വിക്രമിൻ്റെ ഇപ്പോൾ വിക്രം തിരഞ്ഞെടുത്ത ഈ ജീവിതമാണ് മാഷ് വെറുക്കുന്നത്. അപ്പോൾ വിക്രം ജയിലിലേക്ക് പോകുന്നതിൽ മാഷിന് വിഷമമുണ്ട്. പിന്നെ മാഷ് പറയുന്നുണ്ട്, എന്തൊക്കെ ആയാലും അവൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു നന്മ ന്യായം അവൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അവനെ കോടതി വെറുതെ വിടുന്ന് മാഷ് പറയാണ്. അങ്ങനെ അവൻ ചെയ്തതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ സത്യം ഉണ്ടെങ്കിൽ അവൻ തിരിച്ചു വരും, നമ്മുടെ മോൻ തിരിച്ചു വരുന്ന് കമലമ്മയോട് മാഷ് പറയാണ് കേട്ടോ. അപ്പം മാഷ് എന്നിട്ട് കമലേനെ ചേർത്ത് പിടിച്ചിട്ട് കരയുന്നുണ്ട്. രണ്ടുപേരും കരയുന്ന സീനാണ് കാണിക്കുന്നത്. മാഷിന് നല്ല വിഷമമുണ്ട്. നാളെയാണ് അവനെ കോടതിയിൽ ഹാജരാക്കുക. അപ്പം നാളെ അവൻ എന്താണ് ജയിലിലേക്കാണോ പോവുക അതോ തിരിച്ചു വരികയാണോ ചെയ്യാനറിയില്ല. അപ്പം മാഷിന് നല്ല വിഷമമുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം വീണ്ടും തൻ്റെ മകൻ ജയിലിലേക്ക് തന്നെ പോവുകയല്ലേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദ അങ്ങനെ കട്ടിലിൽ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം, ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ മനസ്സിലാലോചിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ശ്രീചേട്ടത്തി ഭക്ഷണമായിട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, വേദേ ഭക്ഷണം നീ രാവിലെ തൊട്ട് ഒന്നും കഴിക്കുന്നില്ല, അമ്മ ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, ഇത് കുറച്ച് കഞ്ഞിയാണ്, ഇതെങ്കിലും കഴിക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ശ്രീചേട്ടത്തിക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തിനേന്ന് ശ്രീചേട്ടത്തി മറുപടി പറയുമ്പോൾ, അല്ല എല്ലാവർക്കും എന്നോട് ദേഷ്യമില്ലേ, എല്ലാവരും പറഞ്ഞത് കേൾക്കാതെ ഞാൻ സാക്ഷി പറഞ്ഞില്ലേ, അതിനെല്ലാവർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവും, ശ്രീചേട്ടത്തിക്ക് ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. നീ അങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതെന്താ ശ്രീചേട്ടത്തിക്ക് ഇത്ര ഉറപ്പെന്ന് വേദ ചോദിക്കുന്നുണ്ട്. ശ്രീചേട്ടത്തി പറയുന്നുണ്ട്, എല്ലാ സ്വത്തുക്കളും സൗകര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് നീ അവൻ്റെ അടുത്തേക്ക് വന്നത്. ആദ്യം നീ വന്നു കയറിയപ്പോൾ നന്ദിനി പറയുന്ന പോലെ വിക്രത്തിനോട് പ്രതികാരം ചെയ്യാനാണ് നീ വന്നതെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ അതങ്ങനെയല്ലാതെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് നീ അവനെ തേടി വന്നപ്പോൾ നിന്റെ മനസ്സിൽ അവനോടൊരു ഇഷ്ടമുണ്ട്. നിനക്ക് എപ്പോഴും അവനെ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള നീ അവനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ എന്തോ ഉണ്ട്. നീയും ന്യായമുള്ള കാര്യത്തിനേ നിൽക്കുള്ളൂ എന്നറിയാം. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ എനിക്കറിയില്ല എന്ന് ചേച്ചിയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. വേദ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് ഒരാളെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ പറ്റില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചേച്ചിയെടുത്തി. കുറേ കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും, അതായിരുന്നു ശരി, അങ്ങനെ ചെയ്തത് നന്നായി എന്ന് മനസ്സിലാക്കും. അതുപോലെ ഞാൻ ഈ ചെയ്ത കാര്യം അതായിരുന്നു നല്ലതെന്ന് അമ്മയും എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. അന്ന് അമ്മ എന്നോട് പൊറുക്കുന്നുണ്ടാവും എന്ന് പറയാൻ കേട്ടോ വേദയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസത്തെ കോടതി സീനാണ് കേട്ടോ. കോടതിയിൽ വിക്രത്തിനെ കൊണ്ട് പോലീസ് വരുന്നുണ്ട്. പോലീസ് വരുമ്പോൾ വിക്രത്തിൻ്റെ ഫ്രണ്ട്സ്, അതായത് ജോസഫും സജീവനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവർ വിക്രത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ പോലീസ് SI പറയുന്നുണ്ട്, എവിടേക്കാ അല്ല വിക്രത്തിനോടൊന്ന് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പം ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞയക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ വരുന്ന സീനാണ് കേട്ടോ. ശങ്കരനാരായണൻ വരുമ്പോൾ വിക്രം അവിടെ ചായ കുടിക്കുന്ന അവിടുത്തെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കയ്യിൽ വിലങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് വിക്രത്തിന് ഒരു നോട്ടം ഉണ്ട് കേട്ടോ. ഒരു പരിഹാസം പോലെ, അല്ലെങ്കിൽ അയാൾ ജയിച്ചു എന്നുള്ളൊരു രീതിയിലുള്ളൊരു നോട്ടം, ഒരു ചിരിയൊക്കെയാണ് ശങ്കരനാരായണൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക കേട്ടോ. അത് വിക്രത്തിന് പൊതുവേ വിക്രത്തിൻ്റെ മനസ്സൊക്കെ മടുത്ത പോലെ ആയിരുന്നു വിക്രത്തിൻ്റെ മുഖം കാണുമ്പോൾ. അങ്ങനെ കേസ് വിളിക്കുന്നുണ്ട്. കേസ് വിളിക്കുമ്പോൾ വിക്രത്തിന് ജാമ്യാപേക്ഷ വിക്രത്തിൻ്റെ വക്കീൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വിക്രത്തിൻ്റെ വക്കീൽ ദർശനമൊന്നും അല്ല കേട്ടോ, വേറൊരു വക്കീലാണ് കാണിക്കുന്നത്. അങ്ങനെ വിക്രത്തിൻ്റെ കേസ് വാദിക്കുന്നുണ്ട്. വാദിക്കുമ്പോൾ വിക്രത്തിനെതിരെ പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. വിക്രത്തിന് വരുണുമായിട്ട് ഒരു പൂർവ്വ വൈരാഗ്യമോ വരുണിനെ അറിയ പോലും ഇല്ല. അങ്ങനത്തെ ഒരാളെ വേറെ എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ട് കൊല്ലാൻ തന്നെ ശ്രമിച്ചതാണ് വിക്രം എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ്റെ വാദം നിലനിൽക്കുന്നതായിട്ട് കോടതി സ്ഥിരീകരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോടതി പ്രോസിക്യൂഷൻ്റെ വാദം സ്ഥിരീകരിക്കുന്നുണ്ട്. കേസ് നിലനിൽക്കുന്ന പ്രോസിക്യൂഷൻ്റെ വാദത്തോടെ കോടതിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കോടതി പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിനെ റിമാൻഡിൽ അയക്കുകയാണ്. 14 ദിവസം റിമാൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ 2 ദിവസം പോലീസിന് പ്രതിനെ ചോദ്യം ചെയ്യാനും വിട്ടുകൊടുക്കാനും കേട്ടോ. ആ 2 ദിവസത്തിൽ പ്രതിനെ ചോദ്യം ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കണമെന്ന് പറയാൻ കേട്ടോ. അടുത്ത മാസം 16-നാണ് അടുത്ത ഹിയറിങ്. ഈ കേസിന് അടുത്ത ഹിയറിംഗ് എന്നും പറഞ്ഞിട്ട് അടുത്ത കേസ് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ കോടതിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോകുന്നത് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ആ സംഭവം നടന്ന സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു കടയിൽ വേദ എന്തോ സാധനങ്ങൾ വാങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വിക്രത്തിനെയും കൊണ്ട് പോലീസിൻ്റെ ജീപ്പ് അവിടേക്ക് എത്തുന്നത് കേട്ടോ. വിക്രം ഇറങ്ങുന്നത് കാണുമ്പോൾ വേദ നോക്കുന്നുണ്ട്. വേദേനെയും എന്തോ ഒരു കുറ്റബോധത്തോടെ വിക്രം നോക്കുന്നുണ്ട് കേട്ടോ. വിക്രത്തിനെ കാണുമ്പോൾ വേദയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട് കേട്ടോ. വിക്രം അങ്ങനെ വിലങ്ങൊക്കെ ഇട്ടിട്ട് പോലീസിൻ്റെ കൂടെ ഇങ്ങനെ പോകുമ്പോൾ വിക്രത്തിനോട് ഇങ്ങനെ ചെയ്തത് തെറ്റാന്ന് വേദയുടെ മനസ്സിലും വരുന്നുണ്ട് കേട്ടോ. വേദയ്ക്ക് നല്ല വിഷമാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ വിക്രത്തിൻ്റെ സുഹൃത്തുക്കളും ഒപ്പമുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് വേദനെ കാണുമ്പോൾ പറയുന്നുണ്ട്, സന്തോഷമായില്ലേ ഇപ്പോൾ നിനക്ക്? ഇവനെങ്ങനെ കണ്ടപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ? അറ്റ്ലീസ്റ്റ് അവൻ എന്തിനാണ് അത് ചെയ്തതെന്നെങ്കിലും നിനക്ക് അന്വേഷിക്കായിരുന്നില്ലേ? എന്നിട്ട് പോരായിരുന്നില്ലേ ഈ മൊഴി കൊടുക്കലൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സജീവൻ ജോസഫിൻ്റെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട്, വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. വേദയ്ക്കാന്ന് വെച്ചാൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. വേദയുടെ മുഖത്ത് നല്ല അറിയാനുണ്ട് കേട്ടോ. തിരിച്ച് മൊഴിയൊക്കെ എടുത്ത് പോകുന്ന വിക്രം വേദേനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. കണ്ണെടുക്കാതെ വേദേനെ തന്നെ നോക്കിയിട്ടാണ് വിക്രം ആ ജീപ്പിലേക്ക് കയറുന്നത് കേട്ടോ. അതൊക്കെ വേദയ്ക്ക് ആകെ മനസ്സൊക്കെ ഇടറി പോകുന്ന ഓരോ സീനുകളാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധേനെയാണ് കേട്ടോ. രാധ ദർശൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. ദർശൻ ആദ്യം അവളുടെ വണ്ടി എടുത്തു കൊടുക്കാൻ കൊടുത്ത പൈസ തിരിച്ചു കൊടുത്തിട്ട് ഒരു സഹായം പോലെ ദർശനോട് രാധ ചോദിക്കുന്നുണ്ട്, വിക്രത്തിൻ്റെ കേസിൽ സാറ് ഹാജരാകുമോ, വാദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് രാധേനെ ദർശൻ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എനിക്കത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാധയ്ക്ക് വിഷമമായിട്ട് രാധ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുക നമ്മുടെ മാഷ് വീട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ. മാഷ് വീട്ടിലേക്ക് വരുമ്പോൾ വേഗം ഇറങ്ങി ചെന്നിട്ടും കമല ചോദിക്കുന്നുണ്ട്, എന്തായി? മാഷ് കോടതിയിലേക്കൊന്നും പോവില്ല എന്ന് എനിക്കറിയാം, എന്നാലും മാഷ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇന്ന് അവന് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കുന്നതാണ് അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത്. എന്തായി, എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്തായാലും അവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാടാമ്പുഴ ക്ഷേത്രത്തിൽ അവനെ കൊണ്ട് പോകണം, മൊട്ട എടുക്കണം. ഞാനത് നേർന്നിട്ടുള്ളതാണ്, ജാമ്യം കിട്ടി അവനെ കൊണ്ട് വരാമെന്ന്. മാഷ് അതിൽ മുഷിപ്പൊന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, ഞാൻ കോടതിയുടെ ഉള്ളിലേക്ക് പോയില്ല എന്നേ ഉള്ളൂ, കോടതിയുടെ പരിസരത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഭയങ്കര കൗതുകത്തോടെയൊക്കെ ചോദിക്കുക കേട്ടോ കമല. അപ്പം മാഷ് പറയുന്നുണ്ട്, അവന് ജാമ്യം കിട്ടിയില്ല, റിമാൻഡിലാണ്, ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയാൻ കേട്ടോ. അത് പറഞ്ഞിട്ട് മാഷ് ഉള്ളിലേക്ക് കയറി പോകാൻ കേട്ടോ. ആ കേട്ടതും കമല കരയുന്നത് മാഷ് നോക്കി നിൽക്കുന്നുണ്ട്. കമല നല്ലോണം കരയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശനാണ്. ദർശൻ വേദേനെ കാണാൻ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്ന സീനാണ് കേട്ടോ. വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം മറുത്ത് വിനായകനും നന്ദിനിയാണ് ഉണ്ടായിരുന്നത്. അവർ ദർശനെ കയറ്റിയിരുത്തുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് നന്ദിനി പോയിട്ട് വേദേനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. വേദ അപ്പോൾ അടുക്കളയിൽ എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേദയോട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് പറയും. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ആരാണ് നന്ദിനി എടുത്ത് ചോദിക്കുമ്പോൾ
അത് നിന്നെ അന്ന് കല്യാണം കഴിക്കാനിരുന്ന പയ്യനില്ലേ, അവനാണെന്ന് പറയുന്നുണ്ട്. ആരോ, ദർശനോ? പറയുന്നുണ്ട്. എന്നിട്ട് വേദ പോകുന്നുണ്ട്. അപ്പൊ എന്താ ദർശൻ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. വേദയുടെ കൂടെ നന്ദിനിയും അമ്മയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ഞാൻ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാന്ന് പറയുന്നുണ്ട് കേട്ടോ. ഏത് കേസ്? വിക്രത്തിന്റെ കേസ്. ആ കേസ് എന്താവുമെന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോ വേദ? ആ കേസിൽ പ്രതി വിക്രമാണ്. അതിൽ സാക്ഷി ഐ വിറ്റ്നസ് നീ, അവന്റെ ഭാര്യയായ നീയും. ആ കേസ് നടക്കുന്നത് നിന്റെ അച്ഛന്റെ കോടതിയിലുമാണ്. കേസ് നല്ല സ്ട്രോങ് ആണ്. പ്രോസിക്യൂഷൻ വക്കീലാണെന്ന് വെച്ചാൽ അതിലും സ്ട്രോങ് ആയ ആളാണെന്ന് പറയാൻ കേട്ടോ. ഈ കേസിൽ നിന്റെ മൊഴി ആ കേസിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു നീ മനസ്സിലാക്കുന്നുണ്ടോ വേദ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദർശൻ. അപ്പൊ വേദ എനിക്ക് അറിയാന്ന് പറയുന്നുണ്ട്. ഈ കേസിൽ നിന്റെ മൊഴി അത്രയും സീരിയസ് ആയിട്ടുള്ള മൊഴിയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കേസിൽ വിക്രം അകത്ത് പോകുന്നതിന് 100% ഉറപ്പാണ്. ഈ കേസിൽ വിക്രം തോക്കുകയുള്ളൂ. അകത്ത് പോകുന്നു, വിക്രത്തിന് ശിക്ഷ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. മിനിമം 7 വർഷമെങ്കിലും ഉണ്ടായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടത് എല്ലാവരും ഞെട്ടാണ് കേട്ടോ. നിന്റെ മൊഴി അത്രയും സ്ട്രോങ് ആണ് വേദ. നീ ചെയ്യുന്നതിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ദർശൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വേദോട്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് കമലാമ്മ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കമലാമ്മയ്ക്ക് ചിലപ്പോൾ ദർശൻ ഇതും കൂടി പറയുമ്പോൾ കമലാമ്മയ്ക്ക് ടെൻഷൻ കൂടുക ചെയ്യുക. കാരണം ഇപ്പൊ അവനെ ജയിലിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഹിയറിംഗ് കൂടി ആകുമ്പോൾ ഇവളുടെ മൊഴി ഇങ്ങനെ തന്നെയാണെങ്കിൽ വിക്രത്തിന് ശിക്ഷ കിട്ടുന്ന ഉറപ്പാണ്. 7 വർഷം വരെ വിക്രം ജയിലിലേക്ക് തന്നെ പോകുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പൊ പിന്നെയും കമലാമ്മ ദേഷ്യപ്പെടുന്ന സീൻസൊക്കെ നമ്മുടെ പ്രമോല് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഈ കേസിൽ അപ്പിയർ ചെയ്യുന്ന വക്കീല്, വിക്രത്തിന് വേണ്ടി വന്നിട്ട് ഇപ്പൊ ആദ്യത്തെ ദിവസം വന്ന വക്കീല് കേസിൽ നിന്ന് പിന്മാറും. പിന്നീടാണ് നമ്മുടെ ദർശൻ കേസ് വാദിക്കാൻ വരുന്നതൊക്കെ കേട്ടോ. അതൊക്കെ ഇനി വരുന്ന സീനുകളാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്